ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വിമാനത്തിൻ്റെ വീഡിയോ കേട്ടോ. വിമാനത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ, നോക്കൂ, കാണാൻ എന്ത് ഭംഗിയാണ്. മാഷാഅല്ലാഹ്, അത് കാണാനുള്ളൊരു ഭംഗി ഇത്രക്കുണ്ട്. ആകാശത്തിൽ നിന്നുള്ള മേഘങ്ങളുടെയും ഭൂമിയുടെയും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു അനുഭവം. വിൻഡോ സീറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്തൊരു ഭംഗിയാലേ. വിമാനം പറന്നുയരുമ്പോൾ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നിക്കുന്ന മേഘക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെയും അവയ്ക്കിടയിലൂടെയുള്ള യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെ. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള നഗരങ്ങൾ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെയും പുഴകളും പാടങ്ങളും മനോഹരമായ ചിത്രങ്ങൾ പോലെയും കാണാം. ഭൂമിയിൽ കാണുന്നതിനേക്കാൾ വളരെ മനോഹരമായി ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും എല്ലാം ആസ്വദിക്കാം. വിമാനത്തിൻ്റെ ജനലരികിലിരുന്നാൽ മേഘക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെയുള്ള ആ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. നിങ്ങൾ തന്നെ നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ. യാത്രയിൽ കൂടുതലായ വ്യക്തമായ ആകാശ കാഴ്ചകൾ ലഭിക്കുന്നതിന് വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിലുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ സുരക്ഷിതവും സുഖകരവുമായിരിക്കും. സാധാരണയായി 7 കിലോഗ്രാം വരെ ഭാരമുള്ള ബാഗേജ് കയ്യിൽ കരുതാം. വിമാനത്തിൻ്റെ തരം അനുസരിച്ച് 15 മുതൽ 30 കിലോഗ്രാം വരെയുള്ള ബാഗേജുകൾ കാർഗോയിൽ കൊണ്ടുപോകാം. പിന്നെ എയർലൈനുകൾ ക്യാബിൻ ബാഗേജുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേക നിരക്കുകളൊക്കെ ഉണ്ട്. സുരക്ഷിതമായും സമാധാനത്തോടെയും യാത്ര പൂർത്തിയാക്കാനാണ് ഓരോ വിമാനയാത്രയിലും ഭൂരിഭാഗം യാത്രികരും ആഗ്രഹിക്കുക. വിമാനയാത്ര എന്നതിന് തികച്ചും അപരിചിതമായ ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പം ദീർഘസമയം അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിടെ ചില നല്ല ശീലങ്ങൾ പാലിക്കുന്നതും നിങ്ങളുടെയും സഹയാത്രികരുടെയും വിമാനയാത്രയെ കൂടുതൽ സുന്ദരമാക്കും. അതായത് വിമാനയാത്രയിലെ വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റ് ബക്കിളും ആംറെസ്റ്റും ടച്ച് സ്ക്രീനും ജനൽപ്പാളിയുടെ ഹാൻഡിൽ, സീറ്റ് നിയന്ത്രിക്കുന്ന ബട്ടണുകൾ എന്നിവയെല്ലാം നേരത്തെയും പലരും ഉപയോഗിച്ചതായിരിക്കും. വിമാനത്തിനുള്ളിൽ യാത്രികരും ജീവനക്കാരുമെല്ലാം ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഭാഗങ്ങളാണിവ. കയ്യിൽ ചെറിയൊരു പാക്കറ്റ് അണുനാശിനി വൈപ്സ് കരുതുന്നതും ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് തുടയ്ക്കുന്നതുമെല്ലാം അണുബാധ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഷോർട്സ്, ചെറിയ സ്കേർട്ടുകൾ, സ്ലീവ്ലെസ് ഷർട്ടുകൾ എന്നിവയൊക്കെ പുതു ഫാഷനായി തോന്നാമെങ്കിലും മണിക്കൂറുകൾ വിമാനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അത്രത്തോളം സുഖകരമാണെന്നില്ല. ശരീരം പരമാവധി മറക്കുന്ന പാൻറ്റുകൾ, ഹൂഡി, ഫുൾ സ്ലീവ് ഷർട്ടുകൾ, ബനിയനുകൾ എന്നിവയാണ് നല്ലത്. ഇത് വിമാനത്തിലെ പൊതുസ്ഥലങ്ങളിലെ അണുബാധയുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അതേമാതിരി പല യാത്രികരും ചെരുപ്പോ സോക്സോ പോലും ഇല്ലാതെ വിമാനത്തിലെ ശുചിമുറിയിലേക്ക് പോകാറുണ്ട്. ഇത് തീരെ സുരക്ഷിതമല്ല. ശുചിമുറിയിലേക്ക് പോകുമ്പോൾ ചെരുപ്പോ ഷൂവോ ധരിക്കുന്നതാണ് നല്ലത്. ഇത് സോക്സ് നനയാതിരിക്കാനും പാദങ്ങൾ അണുബാധയുണ്ടാകാതിരിക്കാനും സഹായിക്കും. സ്വന്തമായി ലഘുഭക്ഷണം കരുതുന്നതും നല്ലതാണ്. എല്ലാ വിമാനങ്ങളിലും യാത്രികർക്ക് ഭക്ഷണം നൽകണമെന്ന് നിർബന്ധമില്ല. വിമാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ വിശപ്പിനും താല്പര്യത്തിനും യോജിച്ചതാവണമെന്നില്ല. വിമാനം വൈകുന്നത് മൂലമോ
യാത്രികർക്ക് ഭക്ഷണം നൽകാനാവാതെ വന്നേക്കാം. അതുകൊണ്ട് ഒരു ലഘു ഭക്ഷണം നമ്മൾ കരുതുന്നത് നല്ലതാണ്.